കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പിൽ നമ്മൾ കർത്താവിൻ്റെ രക്ഷയാണ് അനുഭവിക്കുന്നത്. ഓരോ നോയമ്പിൽ നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓരോ നോയമ്പിൽ കർത്താവായ യേശുമിശിഹായാണ് നമ്മൾ പൂർണ്ണമായും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ നോയമ്പിൻ്റെ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നോയമ്പ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടൊപ്പമുണ്ട്. ഓരോ നോയമ്പിൽ കർത്താവായ യേശുമിശിഹാ മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പൈശാചിക ബന്ധനത്തെയും എല്ലാ തിന്മകരമായ ചില ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നും 40 ദിവസത്തിൻ്റെ പരീക്ഷണ കാലഘട്ടത്തെയും പൂർണ്ണമായി ത്യജിച്ചുകൊണ്ടും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടും ദൈവത്തിൽ തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിയിരുന്ന ഒരവസ്ഥയാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കർത്താവായ ദൈവം ഓരോ നോയമ്പിൽ ദൈവത്തിൻ്റെ രക്ഷയാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷം ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇതിൽ കൃത്യമായിട്ട് ജോസഫ് മാതാവിനെ അല്ലെങ്കിൽ യൗസേപ്പ് പിതാവ് മാതാവിനെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിശ്ചയം, ഒരു തീരുമാനം എടുത്തു, ഓക്കെ ഇങ്ങനെ ചെയ്യാം. പക്ഷേ രഹസ്യത്തിൽ ദൈവദൂതൻ വന്നൊരു കൽപ്പന, അതനുസരിച്ചാണ് അമ്മയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു യോസേപ്പ് പിതാവ് സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യം, നമ്മുടെ ജീവിതത്തിലും ചിലത് നല്ലതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കും. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നല്ലത് എന്നും ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമുക്കൊരു സ്വപ്നം ലഭിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വരം വരുന്നുണ്ട്, വേണ്ട, ഇത് മുമ്പോട്ട് പോകണം, ഇത് മുമ്പോട്ട് നടന്നു പോകണം, ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ എന്നേക്കും ഉണ്ടാകണം, അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒരിക്കലും നമ്മളതിനെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ നഷ്ടപ്പെട്ടു പോയതിനെ ദുഃഖിക്കേണ്ടി വരും. പക്ഷേ നേരെ മറിച്ച് ഇന്ന് കുറച്ച് സഹനവും ദുഃഖങ്ങളും നേരിടേണ്ടി വന്നാലും നാളെ അതൊരു വലിയ കൃപയാക്കി മാറാം, നല്ലൊരു വലിയ കൃപയായി മാറും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേ സമയത്ത് യോസേപ്പ് പിതാവിന് ലഭിച്ച ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു എന്ന പേര്, ഇമ്മാനുവൽ എന്ന പേര്, കർത്താവ് നമ്മോട് കൂടെ എന്ന ഒരു പദം കടന്നു വരുന്നത്. അതായത് ഈ നോയമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇമ്മാനുവൽ എന്ന നാമത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുരാജ്യം നമ്മളോടൊപ്പം കടന്നു വരുമ്പോൾ നമ്മൾ എന്നേക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ കൂദാശകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം കൂടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മധ്യമുണ്ട്. നമ്മൾ പാട്ട് പാടുമ്പോൾ ദൈവം അത് തീർച്ചയായും ആ പാട്ട് വഴി നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളും വേദനകളും ദൈവം തന്നെ ഏറ്റെടുക്കുന്നുണ്ട്, ദൈവം തന്നെ അത് സ്വീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ അശുദ്ധിയും ശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ അറിഞ്ഞില്ല, അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. നമ്മളൊന്ന് ചിന്തിക്കണം, ദൈവം എല്ലാം നൽകിയിട്ടും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയണം, ദൈവസ്നേഹം എന്താണെന്ന് അറിയണം, ദൈവം വചനം വഴി നമുക്ക് നൽകുന്ന അഭിഷേകം എന്താണ് നമ്മൾ അറിയണം. ഈ നോയമ്പ് കാലത്ത് നമ്മൾ പൂർണ്ണമായി ദൈവത്തെ അറിയാം, ദൈവത്തിൻ്റെ സ്നേഹം അറിയാം. ഇമ്മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൂടെയാണല്ലോ. ആ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഈ നോയമ്പ് അനുഗ്രഹമായ നോയമ്പാക്കി തീർക്കാം. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.